Hi friends, welcome back to സോഷ്യൽ സയൻസ് ക്ലാസ്. സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വന്നെത്തിയ യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ. അതിന് നേതൃത്വം നൽകിയത് വാസ്കോ ഡ ഗാമയായിരുന്നു. 1498 ഇത് സംഭവിച്ചത്. അതിനുശേഷം 1605 ഡച്ചുകാരും പിന്നീട് 1608 ഓഗസ്റ്റ് 24 ബ്രിട്ടീഷുകാരും 1664 ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ ഇന്ത്യയിലേക്ക് എത്തിയത്? ഫോർ ദി ട്രേഡ് പർപ്പസ്, കച്ചവട ആവശ്യാർത്ഥമാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ പിന്നീട് യൂറോപ്യന്മാർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യം വർദ്ധിച്ചപ്പോൾ പതിയെ അവർ ഇന്ത്യയുടെ രാഷ്ട്രീയ മേഖലയിലും ഇടപെടാൻ തുടങ്ങി. നമുക്കറിയാം, ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ പരസ്പരം കലഹിക്കുന്നത് കണ്ട സമയത്ത് ഇവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കീഴടക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച വിഭാഗമായിരുന്നു ബ്രിട്ടീഷുകാർ. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകളും. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എപ്പോൾ എത്തി, അവർ എങ്ങനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുത്തത്, അവർക്കെതിരെ അവർ എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ചൂഷണം ചെയ്തത്, അവർക്കെതിരെ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്നും നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്, എപ്പോഴാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിയത്? 1608 ഓഗസ്റ്റ് 24 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തിയത്. അതിനുവേണ്ടി അവർ 1600 തയ്യാറെടുക്കുന്നുണ്ട്. ഇന്ത്യയുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി 1600 തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നുണ്ട്. തുടർന്ന് 1608 അവർ ആദ്യമായി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവട കേന്ദ്രം തുറക്കുന്നത്. അതിനുശേഷം അവർ ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയും പതിയെ ഇന്ത്യയുടെ രാഷ്ട്രീയ ആധിപത്യം കരസ്ഥമാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുത്തത് 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ്. പ്ലാസി യുദ്ധത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം നമുക്ക് കേൾക്കാം. എന്തായിരുന്നു പ്ലാസി യുദ്ധം ഉണ്ടാകുന്നതിനുള്ള കാരണം? നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പ്ലാസി യുദ്ധത്തിനുള്ള കാരണം? കൊൽക്കത്തയിൽ സിറാജുദ്ദൗളയുടെ അഥവാ ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയുടെ അനുമതിയില്ലാതെ ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ എന്ത് ചെയ്യുന്നു? ഒരു കോട്ട നിർമ്മിക്കുന്നു. അപ്പോൾ സിറാജുദ്ദൗള എന്ന് പറയുന്ന ബംഗാളിലെ നവാബിന്റെ അനുമതി ഇല്ലാതെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ കോട്ട നിർമ്മിക്കുന്നത്. ഇതിൽ പ്രകോപിതരായ സിറാജുദ്ദൗള ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം കോപ്പുകൂട്ടുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുന്നു. ഇതിനെ തുടർന്ന് 1757 പ്ലാസി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി തമ്മിൽ ഏറ്റുമുട്ടുകയും യുദ്ധത്തില് കമ്പനിയുടെ സൈന്യം വളരെ എളുപ്പത്തിൽ വിജയിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ബംഗാളിലെ പ്രബലനായിട്ടുള്ള സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത്? അത് കൃത്യമായിട്ട് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. അതിനുള്ള കാരണം വേറൊന്നുമല്ല, സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫർ, ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറിനെ ആര് കൈക്കലാക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാര് കൈക്കലാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. എന്താണ് ഓഫർ? ഈ പ്ലാസി യുദ്ധത്തില് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്താൻ സഹായിച്ചാൽ നിങ്ങളെ ബംഗാളിന്റെ നവാബായിട്ട് മാറ്റിത്തരാം എന്ന് പറയുന്നുണ്ട്. ഈ ഓഫറിൽ ആര് വീഴുന്നു? മിർ ജാഫർ വീഴുന്നു. മിർ ജാഫർ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷുകാരെ സഹായിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സിറാജുദ്ദൗള പരാജയപ്പെടുകയും ചെയ്യുന്നു. പ്ലാസി യുദ്ധത്തോട് കൂടിയാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലയുടെ സ്വാധീനം അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങിയത്. അവിടുന്ന് അങ്ങോട്ട് നിരവധി യുദ്ധങ്ങളിലൂടെ, നിരവധി പിടിച്ചടക്കലിലൂടെ ബ്രിട്ടീഷുകാർ 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആരുടെ നിയന്ത്രണത്തിലാക്കി? ഈ ഒരു ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ടത്. ഓക്കെ, അപ്പം അവിടെ തീർന്നില്ല കേട്ടോ. പ്ലാസി യുദ്ധത്തെ തുടർന്ന് വീണ്ടും എന്തുണ്ടാകുന്നുണ്ട്? യെസ്, ബക്സാർ യുദ്ധം ഉണ്ടാകുന്നുണ്ട്. എന്താ ഈ ബക്സാർ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? യെസ്, ബക്സാർ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് എപ്പോഴാണ്? 1764 ബക്സാർ യുദ്ധം നടക്കുന്നത്. എന്താണ് ഈ ഒരു ബക്സാർ യുദ്ധം നടക്കാനുള്ള കാരണം എന്നറിയപ്പെടുന്നത്? നേരത്തെ പ്ലാസി യുദ്ധത്തിന്റെ അനന്തരഫലമായി കൊണ്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്താൽ അധികാരത്തിലേറിയ മിർ ജാഫർ എന്നാൽ അധികകാലം ഭരണം നടത്തിയില്ല. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായ മിർ കാസിം ബ്രിട്ടീഷുകാർക്ക് പണം നൽകിക്കൊണ്ട് ബംഗാളിന്റെ നവാബ് സ്ഥാനം കൈവശപ്പെടുത്തി. ബംഗാളിന്റെ നവാബ് സ്ഥാനം മിർ കാസിം കൈവശപ്പെടുത്തിയതോടുകൂടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം പിൻവലിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ബ്രിട്ടീഷുകാർ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിച്ചത്. ഇതിനെ തുടർന്ന് 1763 ഇവർ തമ്മിൽ യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറുകയും യുദ്ധത്തിന്റെ അവസാനം തോൽപ്പിക്കപ്പെട്ട മിർ കാസിം തൊട്ടടുത്ത പ്രദേശമായ ഔദിലേക്ക് ഓടിപ്പോവുകയും അവിടെ വെച്ച് ഇന്ത്യയിലെ നവാബുമാരായ നവാബ് ഷുജാഉദ്ദൗളയുടെയും അതുപോലെ ഷാ ആലം രണ്ടാമനുമായിട്ട് ഒരു സഖ്യം രൂപീകരിക്കുകയും ഇവരുടെ സംയുക്ത സൈന്യം 1764 ബീഹാറിലെ ബക്സാർ എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുന്നു. ഈ യുദ്ധത്തിലും ഈ സംയുക്ത സൈന്യം പരാജയപ്പെടുന്നു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യം ഇന്ത്യയിൽ ഉടനീളം വ്യാപിപ്പിക്കാൻ തുടങ്ങി. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. 1757 മുതൽ 1857 വരെ നീണ്ടുനിന്ന കാലഘട്ടത്തിനുള്ളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ 63% പ്രദേശങ്ങളും കീഴടക്കി. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഈ ചിത്രം നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരം നേടിയെടുത്തത്? ബ്രിട്ടീഷുകാർ സൈനിക ശക്തിയിലൂടെയും നയതന്ത്രങ്ങളിലൂടെയുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം നേടിയെടുത്തിരുന്നത്. ഇന്ത്യയിൽ പരസ്പരം കലഹിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളെ ഓരോന്നോരോന്നായി ബ്രിട്ടീഷുകാർ കീഴടക്കുകയും അങ്ങനെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. In 1857, around 63% of the regions in the Indian subcontinent came under the direct control of the British. 1857 ആയപ്പോഴേക്കും
ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. The rest of the region were ruled by the native kings who had been subjugated to the British. ബാക്കിയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ ചിത്രം അതാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. രാഷ്ട്രീയ അധികാരം നേടിയ ബ്രിട്ടീഷുകാർ പുതിയ ഒരുപാട് നയങ്ങൾ കൊണ്ടുവരികയും ഇത് ഇന്ത്യയിലെ കർഷകരെയും കരകൗശല വിഭാഗത്തെയും സൈനികരെയും രാജാക്കന്മാരെയും മറ്റു തൊഴിലാളികളെയും ഒരുപാട് ബാധിച്ചിരുന്നു. ഇത്തരത്തിൽ വളരെയധികം പ്രയാസപ്പെട്ട കർഷകരും ഗോത്രജനതയും തൊഴിലാളികളും സൈനികരും രാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകളാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച വിഭാഗമായിരുന്നു കർഷകർ. എന്തെല്ലാം പ്രയാസങ്ങളാണ് കർഷകർ അനുഭവിച്ചത്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ കർഷകരെ ദുരിതത്തിലാക്കിയത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലാൻഡ് റവന്യൂ സിസ്റ്റം? 1. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 2. റൈറ്റ് വാരി സിസ്റ്റം, റൈറ്റ് വാരി വ്യവസ്ഥ. 3. മഹൽവാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹൽവാരി വ്യവസ്ഥ. ഇങ്ങനെ 3 വ്യവസ്ഥകളാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതിൽ ആദ്യമായി നമ്മൾ പറയുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. എന്താണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്? എവിടെയാണത് നടപ്പിലാക്കിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു ആയിരുന്നു. 1786 മുതൽ 1793 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു ഈ കോൺവാലിസ് പ്രഭു. പ്രധാനമായും ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇത് നടപ്പിലാക്കിയ വർഷം 1793. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് 1793. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ. ഇത് നടപ്പിലാക്കിയ വ്യക്തിയുടെ പേര് കോൺവാലിസ് പ്രഭു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്നുള്ളത് ഒന്ന് നോക്കാം. 6 പോയിന്റുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ഓക്കെ, എന്തെല്ലാം പ്രത്യേകതകളാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിന് ഉള്ളത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം സവിശേഷതകളാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 3 പ്രദേശങ്ങളിലാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നടപ്പിലാക്കിയത്. ഏതൊക്കെയായിരുന്നു? ബംഗാള്, ബീഹാർ, ഒറീസ. ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാർസ്. ജമീന്ദാർമാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാർസ്. അതാണ് പറയുന്നത്. ഇവിടെ മലയാളത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാർ ആയിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു.
ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരായിരുന്നു? ജമീന്ദാർമാരായിരുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ടാക്സ് വാസ് കളക്ടഡ് ബൈ ജമീന്ദാർസ്. ദെൻ രണ്ടാമത്തെ നോക്കൂ, നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാർമാരായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരായിരുന്നു? ജമീന്ദാർമാരായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന വ്യക്തി ജമീന്ദാർ. ആ ഏരിയയിലുള്ള മുഴുവൻ എന്ത് ചെയ്യും? നികുതിയും കളക്ട് ചെയ്തത് അദ്ദേഹമായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു പ്രദേശത്തിന് ഒരു ഉടമസ്ഥൻ ഉണ്ടായിരിക്കും. അത് ആരായിരുന്നു? ജമീന്ദാറാണ്. ഓക്കെ, അപ്പൊ നികുതി പിരിവിന് അധികാരം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആ പ്രദേശത്തിന്റെ ഉടമസ്ഥൻ എന്നറിയപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ജമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ ലാൻഡ്. ജമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ ലാൻഡ്. ആ പ്രദേശങ്ങളുടെ ഉടമസ്ഥൻ ആരായിരുന്നു? ജമീന്ദാർ ആയിരുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. വളരെ സിമ്പിൾ ആണ്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാർമാരായിരുന്നു. എന്തായാലും ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? ജമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദി എൻറ്റയർ ലാൻഡ്. ഓക്കെ, ആ പ്രദേശത്തിന്റെ മൊത്തം ഉടമസ്ഥൻ ആരായിരുന്നു? ജമീന്ദാർമാരായിരുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്ക്. ജമീന്ദാർ ഭൂ ഉടമകളായതോടുകൂടി യഥാർത്ഥ കർഷകൻ കുടിയാന്മാരായി മാറി. കുടിയന്മാരായി എന്നല്ല, കുടിയാന്മാരായി. എന്താ ഈ കുടിയാന്മാർ എന്ന് പറഞ്ഞാല്? ജമീന്ദാർമാർ ഭൂ ഉടമകളായതോടുകൂടി യഥാർത്ഥ കർഷകൻ കുടിയാന്മാരായി മാറി എന്ന് പറഞ്ഞാല് എന്താണ്? യെസ്, കുടിയാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാരുടെ ഭൂമിയിൽ എന്താ പറയാ താമസിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ അവര് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പാട്ടം നൽകേണ്ടി വരും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൃഷി ചെയ്യേണ്ടി വരും. ഈ മുതലാളിമാർ എന്തെങ്കിലും കൊടുത്താൽ അത് മാത്രം ലഭിക്കുന്നവരായി മാറും. ഓക്കെ, അപ്പൊ ജമീന്ദാർ ഭൂ ഉടമകളായതോടുകൂടി ജമീന്ദാർമാരുടെ എന്താ പറയാ കാരുണ്യത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് ആര് മാറി? കർഷകന്മാർ മാറി. അപ്പൊ ഇതാണ് പറയുന്നത്, ജമീന്ദാർമാർ ഭൂ ഉടമകളായതോടുകൂടി യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? യെസ്, farmers became the tenants. എന്താണ്? farmers became the tenants. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? farmers became the tenants. കർഷകർ എന്തായിട്ട് മാറി? കുടിയാന്മാരായി മാറി, tenants ആയി മാറി, tenants ആയി മാറി. ക്ലിയർ ആണോ? അപ്പൊ tenants എന്ന് പറയുന്നത് ആരാണ്? കുടിയാന്മാര് എന്ന് പറഞ്ഞാൽ ജമീന്ദാർമാരുടെ ഭൂമിയിൽ ജീവിക്കുന്ന, then അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കർഷകര്. ഓക്കെ, ദെൻ ചിലപ്പോ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? അവര് ഒരു നിശ്ചിത തുക ആർക്ക് നൽകണം? ഈ ഒരു മറ്റേ ജമീന്ദാർമാർക്ക് നൽകിക്കൊണ്ടാണ് അവര് ജീവിച്ചിരുന്നത്. ഇതിനു പുറമെ അവര് ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷ് ആർക്ക് നികുതിയായി കൊടുക്കും വേണം? ബ്രിട്ടീഷുകാർക്ക് നികുതിയായിട്ട് കൊടുക്കുകയും വേണം. ഓക്കെ, ഇതാണ് ജമീന്ദാർമാർ ഭൂ ഉടമകളായതോടുകൂടി യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഷോർട്ടാക്കി തന്നെ എഴുതാം, ഫാമേഴ്സ് became the tenants. നെക്സ്റ്റ് പറയുന്നത് to pay up to 60% of the yield as tax. to pay നൽകണമായിരുന്നു up to 60%, 60% പോലും of the yield, വിളവിന്റെ 60% പോലും എന്തായി നൽകണം? ആസ് ടാക്സ്, നികുതിയായി നൽകണം. ദാറ്റ് മീൻസ് വിളവിന്റെ 60% വരെ നികുതിയായി നൽകണമായിരുന്നു. അടുത്തത് വിളവ് മോശമായാലും നികുതി പണമായി നൽകണമായിരുന്നു. വിളവ് ഇനിയിപ്പോ ഇവര് കൃഷി ചെയ്തു, ജമീന്ദാറിന്റെ ഭൂമിയിൽ കൃഷി ചെയ്തു. ആ കൃഷി ചെയ്തതില് എന്ത് ചെയ്യുന്നു? വിളവ് മോശമായാലും എന്ത് ചെയ്യണം? എത്രയാണോ നികുതി കൊടുക്കേണ്ടത് ആ നികുതി കൃത്യമായിട്ട് കൊടുക്കണം. പണി ഉണ്ടായാലും പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല, നികുതി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കൊടുക്കണം. ഓക്കെ, വിളവ് എത്ര മോശമായാലും നികുതി നൽകണമായിരുന്നു. അതാണ് പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? നോക്കൂ നിങ്ങൾ, ഈവൻ അറ്റ് ദ ടൈം ഓഫ് പുവർ ഈൽഡ്, വിളവ് വളരെ മോശമായിരുന്നാലും ടാക്സ് വാസ് ടു ബി പെയ്ഡ്. അപ്പൊ നിങ്ങൾ എന്ത് നൽകണം? നികുതി നൽകണം.
then the last point നോക്കൂ, നിശ്ചിത തീയതിക്കകം തന്നെ നികുതി പണമായി നൽകണമായിരുന്നു. നിശ്ചിത തീയതിക്കകം തന്നെ നികുതി പണമായി നൽകണമായിരുന്നു. അപ്പൊ അതാണ് അവസാനത്തെ പോയിന്റ്. എന്താണ്? ടാക്സ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. പണമായിട്ട് തന്നെ എന്ത് ചെയ്യണം? നികുതി നൽകണമായിരുന്നു. ടാക്സ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. ഉണ്ടാക്കുന്ന സാധനം കൊണ്ടുപോയി കൊടുത്താൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണം? അത് വിറ്റ് അതിന്റെ പണം കൊണ്ടുപോയി കൊടുക്കണം. നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. അപ്പൊ ഇതായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. എത്ര സവിശേഷതകൾ പറഞ്ഞു? 6 പറഞ്ഞു. ഇത് കൃത്യമായിട്ട് പഠിക്കണം. എല്ലാ പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ഒരു 4 മാർക്ക് ചോദ്യം വരാറുണ്ട്. കാക്കൊല പരീക്ഷക്കാണ് സാധാരണ വരാറുള്ളത്. കാക്കൊല പരീക്ഷക്ക് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയോ അല്ലെങ്കിൽ റൈറ്റ് വാരി സിസ്റ്റമോ അല്ലെങ്കിൽ മഹൽ വാരി സിസ്റ്റമോ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചേക്കാം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റൈറ്റ് വാരി ഭൂനികുതി വ്യവസ്ഥ. റൈറ്റ് വാരി ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. 1820 ഇത് നടപ്പിലാക്കിയത്. ഈ റൈറ്റ് വാരി ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തി എന്ന് പറയുന്നത് സർ തോമസ് മൺറോ ആണ്. അദ്ദേഹം മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറായി 1814 മുതൽ 1827 വരെ പ്രവർത്തിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് റൈറ്റ് വാരി ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അതിന്റെ പ്രത്യേകതകൾ നോക്കാം. റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയും അല്ലേ? സൗത്ത് ഇന്ത്യൻ റീജിയൻസ്. അപ്പൊ സൗത്ത് ഇന്ത്യൻ റീജിയൻസിൽ നടപ്പിലാക്കിയ സിസ്റ്റം ആയിരുന്നു ഏതെന്ന് പറയുന്നത്? റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ്. റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താ റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ ഒന്നാമത്തെ പ്രത്യേകത? കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ടാക്സ് വാസ് collected directly from farmers. Tax was collected directly from farmers. കർഷകരിൽ നിന്നും നേരിട്ടായിരുന്നു ആര് നികുതി പിരിച്ചിരുന്നത്? നമ്മുടെ ബ്രിട്ടീഷുകാര് പിരിച്ചിരുന്നത്. ഓക്കെ, ഇവർക്കിടയിൽ ആരില്ല? ഒരു മീഡിയേറ്റർ ഇല്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് അവർക്കിടയിൽ, ഈ കർഷകർക്കിടയിലും ബ്രിട്ടീഷുകാർക്കിടയിലും ഒരു ഇടനിലക്കാരുണ്ടായിരുന്നു. അതായിരുന്നു ആര്? സെമീന്ദാർമാർ. എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകർ നേരിട്ട് നികുതി നൽകുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഇറങ്ങിയിട്ട് ആരിൽ നിന്ന് നികുതി പിരിക്കും? കർഷകരിൽ നിന്ന് നികുതി പിരിക്കും. ഒരു മീഡിയേറ്റർ ഇല്ല, ഒരു മധ്യസ്ഥം വഹിക്കാൻ ആളില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? റൈറ്റ് വാരി സിസ്റ്റം എന്നാണ് അറിയപ്പെട്ടത്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സിസ്റ്റമാണ് റൈറ്റ് വാരി സിസ്റ്റം. അതാണ് പറഞ്ഞിരിക്കുന്നത് ടാക്സ് വാസ് കളക്ടഡ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്. അത് അറിയപ്പെടുന്നത് എന്താ? റൈറ്റ്സ്. ഓക്കെ, രണ്ടാമത്തെ നോക്കും നിങ്ങൾ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. ഈ ഒരു സിസ്റ്റത്തിൽ റൈറ്റ് വാരി വ്യവസ്ഥയിൽ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഭൂമിന്റെ ഉടമസ്ഥാവകാശം ആർക്ക് തന്നെ ഉണ്ടായിരുന്നത്? കർഷകർക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർക്കായിരുന്നു. ഫാമേഴ്സ് were the owners of the land. കർഷകരായിരുന്നു ഈ ഭൂമിയുടെയൊക്കെ അവകാശികൾ. മൂന്നാമത്, എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കിയിരുന്നു, അല്ലെ? അഥവാ അമിതമായിട്ടുള്ള നികുതിയായിരുന്നു ഇമ്പോസ് ചെയ്തിരുന്നത്. എക്സസീവ് ടാക്സ് വാസ് ഇമ്പോസ്ഡ്. ഓക്കെ, അമിതമായ നികുതിയായിരുന്നു, അല്ലെ? അമിതമായ നികുതി ചുമത്തിയിരുന്നു. എവിടെ? ഈ റൈറ്റ് വാരി സിസ്റ്റത്തിലും അമിതമായ നികുതിയായിരുന്നു ഈടാക്കിയിരുന്നത്. അതാണ് അടുത്ത പോയിന്റ്. അമിതമായ നികുതിയായിരുന്നു ഈടാക്കിയിരുന്നത്. എക്സസീവ് ടാക്സ് വാസ് ഇമ്പോസ്ഡ്. അടുത്ത പറഞ്ഞ നോക്കൂ, ടാക്സ് വാസ് ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ്. ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുമായിരുന്നു. ടാക്സ് എന്ത് ചെയ്യുമായിരുന്നു? ഇടയ്ക്കിടയ്ക്ക്
വർദ്ധിപ്പിക്കുമായിരുന്നു. നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ടാക്സ് വാസ് ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ്. ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുമായിരുന്നു. ടാക്സ് എന്ത് ചെയ്യുമായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുമായിരുന്നു. ഈ 4 പോയിന്റ് ആണ് എന്തിന്റെ സവിശേഷത എന്നറിയപ്പെടുന്നത്? റേറ്റ് വാരി വ്യവസ്ഥയുടെ സവിശേഷത എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാ? ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്. ടാക്സ് വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്. രണ്ടാമത്തത് farmers were the owners of the land. 3 excessive tax was imposed. 4 tax was frequently increased. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. അമിതമായ നികുതിയായിരുന്നു ഈടാക്കിയിരുന്നത്. നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്നു. അടുത്തതായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് മഹൽവാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥയിൽ പ്രധാനമായും 2 പോയിന്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രധാനമായും ഇത് നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. രണ്ടാമത്തത്, ഈ ഒരു മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തി വില്യം ബെന്റിക് പ്രഭുവാണ്. മഹൽവാരി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്ത് എന്നുള്ളത് നോക്കാം. മഹൽവാരി വ്യവസ്ഥ ഇവിടെ നടപ്പിലാക്കിയ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് റീജിയൻ ആണ് അല്ലെ? വടക്ക് പടിഞ്ഞാറൻ റീജിയണിൽ നടപ്പിലാക്കിയതാണ് ഏതെന്ന് പറഞ്ഞത്? മഹൽവാരി വ്യവസ്ഥ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിന്റെ സവിശേഷത എന്നറിയപ്പെടുന്നത്? ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തത്. വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ നടപ്പിലാക്കിയിരുന്ന നികുതി സിസ്റ്റമാണ് ഏത് നികുതി സിസ്റ്റമായിരുന്നു? മഹൽവാരി സിസ്റ്റം. അവിടുത്തെ പ്രത്യേകത എന്താ? ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ടാക്സ് വാസ് കളക്റ്റഡ് ബൈ വില്ലേജ് ഹെഡ്മാൻ. ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. രണ്ടാമത്തത്, ഈ വ്യവസ്ഥയിൽ നികുതി നിരക്ക് എന്തായിരുന്നു? അമിതമായിരുന്നു. അപ്പൊ അടുത്ത പോയിന്റ് നമുക്ക് എങ്ങനെ പറയാം? എക്സസീവ് ടാക്സ് വാസ് ഇമ്പോസ്ഡ്. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് എങ്ങനെ പറയാം? ഗ്രാമത്തെ ഒരു മഹല്ലായി കണക്കാക്കിയിരുന്നു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി, മഹല്ല് മീൻസ് യൂണിറ്റ് എന്നാണ് അർത്ഥം. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചിരുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു. എൻറ്റയർ വില്ലേജ് കൺസിഡേർഡ് ആസ് എ യൂണിറ്റ്. മുഴുവൻ യൂണിറ്റിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? മുഴുവൻ മഹലിനെയും ഒരു യൂണിറ്റ് ആയിട്ട്, മുഴുവൻ ഗ്രാമത്തെയും ഒരു യൂണിറ്റ് ആയി കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നികുതി പിരിക്കുന്നുണ്ട്. The entire village was considered as a single unit for tax collection. ടാക്സ് കളക്ഷന് വേണ്ടിയിട്ട് ഇവയെ മൊത്തം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ 3 സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവാറുണ്ട്. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പം എന്താണ് മഹൽവാരി വ്യവസ്ഥ, എന്താണ് റേറ്റ് വാരി വ്യവസ്ഥ, എന്താണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന കാര്യം, പ്ലാസി യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് നയങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഉണ്ട്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഇവയുടെ പ്രത്യേകതകൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ ബായ്.